ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോകുന്നൊരു ദിവസമാണ്. ഒരു ഫോട്ടോഷൂട്ട് ഡേ എന്ന് പറയാം. വെറുതെ പ്ലാൻ ചെയ്തതാണ്. ഞാൻ കുറേ നാൾ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്ഥിരം ഫോട്ടോസ് എടുത്തു തരുന്ന അഭിജിത്ത് ചേട്ടൻ സ്ഥലത്തുള്ളത് കൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് എടുത്ത ഒരു ഡേ ആണ്. സോ ഇപ്പോൾ നമ്മൾ ഹെയർ ആൻഡ് മേക്കപ്പ് ചെയ്യാൻ, മേക്കപ്പ് ഞാൻ ചെയ്തു, ഹെയർ ചെയ്യാൻ പോവുകയാണ്. പൂജയാണ് ഹെയർ ചെയ്യുന്നത്. ഹായ് പൂജ. കൂടെ ലെനയുണ്ട്. ഹായ് ലെന. അപ്പോൾ നമുക്ക് ഹെയർ ചെയ്ത് തുടങ്ങാം. നമ്മൾ ഹെയർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഹാഫ് സാരിയാണ്. സോ ഇത് ഒന്ന് അയൺ ചെയ്യുവാണ്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അഭിജിത്ത് ചേട്ടൻ എത്തി. ഓടണം. ഒരു നാടൻ പെൺകുട്ടിയാണ്. ഞാൻ ഇഷാനിയോട് പറയുമായിരുന്നു ഇവിടെ ഒരു ബോർഡർ വെക്കാന്നൊക്കെ. അപ്പം ഇഷാനിക്ക് സിമ്പിൾ ആവണമെന്ന് അറിയാം. അതെ, മേക്കപ്പ് കുറഞ്ഞു. മേക്കപ്പ് കുറഞ്ഞൊന്നും പോയില്ല. ചോദിച്ചത് അത് നല്ല രസമുണ്ട് ഇഷാനി കാണാൻ. മീൻ നാടനായിട്ട്. പൂവൊന്നും ഇല്ലല്ലേ? പൂവില്ല, വേണ്ടെന്ന് വിചാരിച്ചു. ഓവറാക്കണ്ട. കൊള്ളാം. ഈ ഡ്രസ്സ് എനിക്ക് ഇനി റീയൂസ് ചെയ്യാമല്ലോ അമ്പലത്തിലൊക്കെ പോകുമ്പോഴേ. ഹായ്, ഇഷാന്റെ മുടി നല്ല രസമുണ്ട് കേട്ടോ. ഇറ്റ്സ് നൈസ് ടു ഹാവ് ലോങ് ഹെയർ. ഷോർട്ട് ഹെയർ ആണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കോസ്റ്റ്യൂം ഇടുമ്പോൾ എന്ത് ജോക്കായി പോകും. ഇങ്ങനത്തെ കോസ്റ്റ്യൂംസിന് വല്ലപ്പോഴല്ലേ ഇടൂ. നമുക്ക് എക്സ്റ്റൻഷൻസ് വെക്കാമല്ലോ. ഓസിയെ പോലെ. അഭിജിത്ത് നമ്മള് ലൊക്കേഷൻ എത്തി. നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു സ്പോട്ടാണ്. നല്ല ഭംഗിയാണ്. കാണിച്ചു തരാം. നമ്മൾ പണ്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം. അഭിജിത്താണ് നമുക്ക് ഈ സ്ഥലം കാണിച്ചു തന്നെ. ഒരുപാട് കോവിഡിനൊക്കെ മുന്നേ. കോവിഡിന് മുന്നേ. I think 6 years back. ഇവരാരെങ്കിലും കൂടെ വരണോ? അവിടെ ആരോ മാങ്ങ പറിക്കും. ക്ലോസ് അപ്പാ. ആണോ? ആ പട്ടി ഒരു പ്രോപ്പർട്ടി ആയോ? ഇല്ലേ, പട്ടി നമ്മുടെ ഈ വൈബിന് ചേർന്നില്ല. അത് പിടിക്കണോ മോനെ? ജോബിനെ കുറച്ച് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാം. സ്കേർട്ട് പൊക്കാതെ നിൽക്കണം അല്ലേ? സ്കേർട്ട് പൊക്കണ്ട. കാര്യം അത് പൊക്കുമ്പോ സാരി ഒരു വേറൊരു ഇതിൽ പോകും. ഭംഗിയില്ല. ഇത് കൈ വെച്ചാക്കണമെന്നില്ല, കാല് വെച്ചാക്കണം. പണ്ട് അമ്മു ചെയ്തിട്ടില്ലേ ഒരു ഫോട്ടോയില്? ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കുറച്ചിട്ട് ഭംഗിക്ക് വെക്കേ. ദുപ്പട്ട അങ്ങനെ ഇടണ്ട. ഇനി ജസ്റ്റ് നോർമലായിട്ട് നിന്നാൽ മതി. ഫേസ് കൂടുതൽ ആ റിഫ്ലക്റ്റിന്റെ സൈഡിൽ കുറച്ച് ബോഡി കൂടെ ബോഡി കൂടെ എന്നിട്ട് ഇങ്ങോട്ടേക്ക് നോക്കുന്നത്. ഒരു ചെറിയ മൂവ്മെന്റ് അവിടെ നിന്നിട്ട് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഫേസ് ചെയ്തിട്ട് എങ്ങനെ അങ്ങോട്ട് ഫുൾ ഒരു സോങ് പോലെ സോങ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ
വെള്ളത്തിൻ്റെ കളർ സൂപ്പർ. മൈൻഡ് ചെയ്യാം ആ ഇവിടെ ഓക്കെ എല്ലാം കിട്ടിയില്ലേ? എല്ലാം കിട്ടി. മോർദാനല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലുക്കിൽ കുറേ അടിപൊളി ഫോട്ടോസും വീഡിയോസും കിട്ടി. നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് നെക്സ്റ്റ് ഡ്രസ് ചേഞ്ച്. 3 ലുക്കാണ് ടോട്ടൽ ചെയ്തത്. അടുത്തതും സാരിയാണ്, ഹാഫ് സാരി അല്ല, പ്ലെയിൻ നോർമൽ സാരി. വീട്ടിൽ പോകാം. വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, എനിക്ക് വിശക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു. തണുക്കുന്ന കാല് പോയാ. പക്ഷെ എനിക്ക് ടവൽ വേണോ കാല് തുടയ്ക്കാൻ? Can I give you towel? വേണ്ട, ശരി. Yes. Okay, let's go. സൂപ്പർ കേട്ടോ. ഹായ്, സൂപ്പർ. ആ കളർ കോമ്പിനേഷനും നന്നായി. ആൻഡ് ഇറ്റ്സ് ലൈക്ക് സിമ്പിൾ. സേഫ്റ്റി പിൻ വല്ലതും കാണുന്നുണ്ടോ ചോദിച്ചാൽ ഇപ്പോൾ കാണുന്നുണ്ടോ അല്ലേ? ഇല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ മനഃപൂർവ്വം ഇങ്ങനെ വെച്ചു, ഇൻ കേസ് കണ്ടാൽ മറിയാനായിട്ട്. കൊള്ളാം. ഹായ്, സൂപ്പർ. സോ നമ്മൾ സെക്കൻഡ് ലുക്കിൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യുവാണ്. സെക്കൻഡ് ലുക്ക് ഇസ് എ പ്ലെയിൻ കോട്ടൺ സാരി. പ്ലെയിൻ അല്ല, ഒരു സാധാ കോട്ടൺ സാരി. അപ്പോൾ അതിനൊരു സിമ്പിൾ ബ്രെയ്ഡ് ആണ് ചെയ്തത്. സിമ്പിളായിട്ടിരിക്കും, പക്ഷെ അത്ര സിമ്പിളല്ല. ട്രിവാൻഡ്രം ക്ലബിലായിരിക്കും നമ്മൾ ഇത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് സെക്കൻഡ് ലുക്ക്. ചേച്ചി സാരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഇതൊരു പഴയകാല ഒരു 80s ഒരു സാരി ലുക്കാണ്. റെഡി. എനിക്ക് ആക്ച്വലി ഈ ലുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു പഴയ എനിക്ക് ചേരില്ല എന്ന് വിചാരിച്ചു, പക്ഷെ കുഴപ്പമില്ല, കൊള്ളാം. നമുക്ക് താഴെ പോവാം. സോ വളരെ ഒരു ബാഡ് കാര്യം സംഭവിച്ചു. ഞാനിവിടെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മ താഴെ മേളിൽ വരാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ അമ്മ വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് ഒത്തിരി സാധനങ്ങൾ ഹോളിലൊക്കെ ഇരിക്കും. അപ്പോൾ അമ്മ എന്തോ ചെരുപ്പ് എടുക്കാൻ വേണ്ടി ചെരുപ്പിൻ്റെ റാക്ക് തുറന്നപ്പോഴത്തേക്കും സൈഡിൽ ടേബിളിൽ കാലിൽ ഏറ്റവും ചെറിയ വിരൽ കയറി ഇടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അത് ഫ്രാക്ചറായി. ഇതെല്ലാം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ സംഭവിച്ചു. അതുകൊണ്ട് പാവം അമ്മയ്ക്ക് ഇനി കുറച്ച് കാലം എന്ന് പറയുമ്പോൾ 3 weeks റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ട്രിവാൻഡ്രം ക്ലബിൽ എൻ്റെ കൂടെ വരാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല. സോ അമ്മു കൂടെ വരാമെന്ന് പറഞ്ഞു. താഴെ പോയി നോക്കണം അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന്. ക്ലബ് എത്തിയിട്ട് നമ്മളൊരു പൂവും കൂടെ വെച്ചു. ഓക്കെ, നമുക്ക് തുടങ്ങാം. ലെനയാണ് പോയി പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അവിടെ വരെ വരാം, ഒരു കുഴപ്പമില്ല. സെയിം
ആ അങ്ങനെ ഫ്രണ്ടിലേക്ക് പോയിട്ട് തിരിഞ്ഞ് നോക്കില്ലേ ആ ഒരു സാധനം പറയാം കുറച്ച് ബാക്കിൽ നിന്ന് ആ ഓക്കെ റെഡി 1 2 3 സ്റ്റെപ്പ് ഓക്കെ വേണ്ട കൂളായിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി നടന്നു വരുന്ന പോലെ അങ്ങനെ സെക്കൻഡ് ലുക്ക് കഴിഞ്ഞു, വീട്ടിൽ പോവാണ്. ഇനി തേർഡ് ലുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ സമാധാനമായിട്ട് പതുക്കെ ചെയ്യാം വീട്ടിൽ സ്റ്റുഡിയോയിൽ. ഇറ്റ്സ് എ വെസ്റ്റേൺ ലുക്ക്. ഭയങ്കര സ്റ്റൈലൊന്നും അല്ല. ഞാൻ എൻ്റെ സാധാരണ ജിമ്മിലിടുന്നൊരു ടോപ്പും ഒരു പാൻറ്റും ഇട്ടിട്ട് വളരെ പ്ലെയിൻ ഒരു സിമ്പിൾ യെറ്റ് സ്റ്റൈലിഷ് ലുക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയി മിക്കവാറും ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് കഴിക്കും. ഉച്ചയായി, പക്ഷെ ഞാൻ യൂഷ്വലി 2:30-3 മണിക്കൊക്കെയാണ് ലഞ്ച് കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഇവർക്കൊക്കെ വിശന്നാലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോയിട്ട് ലാസ്റ്റ് ഷൂട്ടുകൾ കഴിഞ്ഞാൽ ഓൾ ഡൺ. സോ ഈ ലുക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ച് ടെൻഷനുള്ള ലുക്കായിരുന്നു ഇത്. കാരണം അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്ന തരം ലുക്കല്ലല്ലോ. മറ്റേത് ഇപ്പം ഞാൻ ശരിക്കും ഒരു അമ്പലത്തിൽ പോവുകയാണെങ്കിൽ പോകുന്ന ലുക്കാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, നമ്മൾ ചുമ്മാ ചെയ്യാത്തൊരു ലുക്കല്ലേ. ബട്ട് ഫോട്ടോസൊക്കെ കൊള്ളായിരുന്നു, വീഡിയോ കൊള്ളായിരുന്നു, ഹെയറൊക്കെ നല്ല രസമുണ്ടായിരുന്നു, മേക്കപ്പും എല്ലാം കൊള്ളാം. സോ ഐ എം എക്സൈറ്റഡ് ടു സീ ദ ഫോട്ടോസ്. ഓക്കെ ബൈ. സോ ഇതാണ് നമ്മുടെ തേർഡ് ലുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ വെരി കാഷ്വൽ ആൻഡ് ഒരു ജിമ്മിൽ പോകുന്നൊരു ലുക്കാണ്. അപ്പോൾ ഇത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഹെയർ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സോ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് താഴെ മാത്രം കേൾ ചെയ്തിട്ടു. സ്റ്റിൽ ഫിഗറിങ് ഔട്ട് ഒരു കംപ്ലീഷൻ എങ്ങനെ കൊടുക്കും എന്നുള്ളത്. അല്ല ഹീൽസ് മാറ്റി സോ ഫൈനൽ ഷൂട്ടും കഴിഞ്ഞു. അപ്പോൾ അഭിജിത്ത് ചേട്ടന്, ഫോട്ടോഗ്രാഫർ ചേട്ടൻ, ഫോട്ടോസ് എല്ലാം ഇപ്പം തന്നെ കോപ്പി ചെയ്ത് തരാമെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഐ ക്യാൻ സെലക്ട് ദ ഫോട്ടോസ് ഐ വോണ്ട് ടു എഡിറ്റ്. എന്നിട്ട് പുള്ളി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താഴെ പോയി അമ്മൂൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് വരാം. എനിക്ക് ലാപ്ടോപ്പില്ല. എനിക്ക് ലാപ്ടോപ്പിൻ്റെ ഒരു ആവശ്യം അങ്ങനെ വരാറില്ല. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ വരാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ലാപ്ടോപ്പ് ഇതുവരെ വാങ്ങിച്ചിട്ടുള്ളൂ. ഹൻസൂന് ഒരു ലാപ്ടോപ്പ്, ബട്ട് ഐ ഡോണ്ട് ഹാവ്. ഞാൻ പോയി ലാപ്ടോപ്പ് എടുക്കട്ടെ. സോ ഷൂട്ട് കഴിഞ്ഞു. പൂജ ആൻഡ് ലെന പോവുകയാണ്. അമ്മ വന്നോ? കുഴപ്പമില്ല. അവർ ഓൾമോസ്റ്റ് ഇറങ്ങിയപ്പോൾ ലെന ബാഗ് വെച്ച് മറന്നു. അപ്പോൾ ഞാൻ ഓടി വന്ന് ബാഗൊക്കെ കൊടുത്തു. സോ ഗൈസ്, ഐ ലവ് ദ മേക്കപ്പ്, ഹെയർ, എവറിത്തിങ്. താങ്ക് യു സോ മച്ച്. സോ നിങ്ങളാരെങ്കിലും മേക്കപ്പ് ഹെയർ ഒക്കെ നോക്കുവാണെങ്കിൽ ഡു കോൺടാക്ട് പൂജ. ഷീസ് വെരി ഗുഡ്. വർക്ക് മാത്രമല്ല, നമുക്ക് ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഷീ വാസ് വെരി ഫ്രണ്ട്ലി. താങ്ക് യു സോ മച്ച്. Okay, bye. ബൈ ബൈ.
അങ്ങനെ ഇന്നത്തെ എല്ലാ ഷൂട്ടും കഴിഞ്ഞു. വീട്ടിൽ കുറച്ച് സീരിയസ് പണി നടക്കുക. അതാണ് ഈ കാണുന്നതൊക്കെ. കുറച്ച് പുതിയ കബേർഡ്സ് ഒക്കെ നമ്മൾ വെക്കുക. പഴയത് ഫുൾ മാറ്റി പുതിയത് വെക്കുക. എനിവേസ് വളരെ നല്ല ഷൂട്ടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഞാൻ രാവിലെ ഭയങ്കര നെഗറ്റീവായിട്ട് എണീറ്റ. കാരണം 5:30 എണീറ്റ. അപ്പോൾ എനിക്ക് രാവിലെ ഒരു അറ്റ്ലീസ്റ്റ് 7 മുന്നേ എണീക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഇറിറ്റേറ്റിങ്. അപ്പോൾ 5:30 എണീറ്റു. രാവിലെ എണീറ്റ് ഞാൻ ആദ്യത്തെ ലുക്കിന് ഞാനാണ് കുറച്ച് ബേസ് മേക്കപ്പ് ചെയ്ത, സമയം ലാഭിക്കാൻ. എന്നിട്ടാണ് പൂജ വന്ന് ഹെയറൊക്കെ ചെയ്തത്. ബട്ട് ഓൾ 3 ലുക്സ് ഞാൻ വിചാരിച്ചേക്കാട്ടിലും നല്ലപോലെ വന്നു. ഈ ലാസ്റ്റ് ലുക്ക് ഞാൻ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തതല്ല, എന്നാലും അതും നല്ലപോലെ വന്നു. വളരെ പെട്ടെന്ന് തീർന്നു. എനിക്ക് ആദ്യത്തെ 2 ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫോട്ടോസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഫൈനലി എഡിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു കാണാം. ബട്ട് ക്യാമറയിലൂടെ റോ പിക്ചേഴ്സ് ലുക്ക് അമേസിങ്. ഇപ്പോൾ മേലിൽ അഭിജിത്ത് ചേട്ടനും കൂടെ വന്ന ഡോണയും ഫോട്ടോസ് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക ലാപ്ടോപ്പിൽ. ഇറ്റ്സ് ടേക്കിംഗ് കുറച്ച് ടൈം. സമയം ഓൾമോസ്റ്റ് 4 മണിയായി. ഞാനിവിടെ ലഞ്ച് കഴിച്ചില്ല. യൂഷ്വലി ഞാൻ ലേറ്റായിട്ടാണ് കഴിക്കുന്നത്, പക്ഷേ ഇത്രയും ലേറ്റ് ആയിട്ടില്ല. എൻ്റെ മനസ്സിൽ ഒരു 3 മണി ആയതേ ഉള്ളൂ, പക്ഷേ ഓൾമോസ്റ്റ് 4 മണിയായി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. പാവം അമ്മ എനിക്ക് വേണ്ടിയല്ല, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഷൂട്ട് ഡേയ്സൊക്കെ നമ്മുടെ കൂടെ വരാൻ. അപ്പം ഇങ്ങനെ അമ്മ ഫസ്റ്റ് ലുക്കും കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മ ഹൻസുവിന് കോളേജിൽ കൊണ്ടുപോകാനായിട്ട് എന്തോ ജ്യൂസ് എന്തോ ആക്കി കൊടുത്തിങ്ങനെ തിരക്കിൽ അച്ഛൻ്റെ എന്തോ ചെരുപ്പ് എന്തോ എടുക്കാൻ പോയപ്പോഴാണ് കാല് കയറി ടേബിളിൽ ഇടിച്ചിട്ട് ലാസ്റ്റ് കുഞ്ഞ് വിരൽ ഫ്രാക്ചറായി. പക്ഷേ ഷീസ് ഓക്കെ എന്നാവും. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ബാൻഡേജ് ഇട്ടു. ഇപ്പം അമ്മ കളിച്ച് ചിരിച്ചൊക്കെ നടക്കുവാണ്. ബട്ട് 3 വീക്സ് കുറച്ച് റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പാവം, എനിക്കിഷ്ടമാണ് അമ്മ എൻ്റെ കൂടെ ഷൂട്ട്സിനൊക്കെ വരുന്നത്. ബട്ട് ഒരു ലുക്കിനെ വരാൻ പറ്റുള്ളൂ. ഓക്കെ, എനിവേസ് ഈ ഫോട്ടോസ് എല്ലാം ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കാം ഞാൻ ഈ വ്ളോഗ് ഇടുന്നത്. പ്രോബബ്ലി സോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇടും. അത് എടുക്കുന്നവർക്ക് അറിയില്ല ഞാൻ എന്നാ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് വരട്ടെ. ഞാനത് ഈ വീഡിയോൻ്റെ എൻഡിലിടാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. ബൈ ഗൈസ്. അപ്പോൾ see you all in my next vlog. Thank you so much for watching. ഞാൻ പോയി ലഞ്ച് കഴിക്കട്ടെ. ബൈ.